ദുബായിൽ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു DH എക്സാം എഴുതുന്നുണ്ട്. ഈ DH എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനിമം എലിജിബിലിറ്റി വേണം. അത് നമുക്ക് ഷെയർ ആൻഡ് അക്കൗണ്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ നമുക്ക് കുറച്ച് ഒരു ക്വസ്റ്റ്യൻ Q&A ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് ആൻസർ ചെയ്താൽ നമ്മൾ എലിജിബിൾ ആണോ എക്സാം എഴുതാനുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് എക്സാം എഴുതാം. ഇത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ DH എക്സാം ഒരു ഡാറ്റ ഫ്ലോ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ DH എക്സാം എഴുതിയിട്ട് ഡാറ്റ ഫ്ലോ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് DH എക്സാം എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സെക്കൻഡ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ ആണ്. നമ്മൾ ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ദെൻ തേർഡ് സ്റ്റേജ് വരുന്നത് എലിജിബിലിറ്റി ലെറ്റർ അല്ലെങ്കിൽ ക്രെഡൻഷ്യലിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. സോ നമുക്കിതിന് എക്സാം പ്രിപ്പയർ ചെയ്യാൻ കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തത് ഈഡൻ്റെ പ്ലാറ്റ്ഫോം വഴിയാണ്. അതിന് കുറേയധികം കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ കോച്ചിങ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈഡൻ്റെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ടൊന്നും കിട്ടില്ല. നമുക്ക് സോഫ്റ്റ്, അതായത് നമ്മൾ MCQs സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിരിക്കും. നമുക്ക് അല്ലാതെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ലല്ലോ. സോ ഇറ്റ്സ് ബെറ്റർ എവിടെയെങ്കിലും ഒരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലിമിറ്റ് ആക്കാൻ പറ്റും. ബിക്കോസ് ക്ലിനിക്കൽ അനാലിറ്റിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ അത് ഭയങ്കര വാസ്റ്റ് ആയി പോകും. പക്ഷേ ക്ലിനിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരുന്നത്. 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3 hours ടൈം എടുത്തിട്ടാണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ആകെ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തുള്ളത് ബാംഗ്ലൂർ അക്കാഡമിക് സെൻറ്റർ, ചെന്നൈ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സിന് ആവശ്യമുണ്ട്. ഫസ്റ്റ് വേണ്ടത് നമ്മൾ പാസ്പോർട്ട്, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം 2-3 എണ്ണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ നമ്മളെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ് നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മളെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, നമ്മളെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡെൻ്റൽ കൗൺസിൽ. നമ്മൾ ഏത് ഡെൻ്റൽ കൗൺസിലാണോ അവിടുന്ന് അതൊരു 6 month വാലിഡിറ്റി ആണ് കിട്ടുക. അപ്പോൾ വാലിഡിറ്റി തീരാത്ത ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മളൊരു അപ്ഡേറ്റഡ് CV, 2 ഇയർ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണം. ഇത്രയൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ എല്ലാ ഇയർ മാർക്ക് ലിസ്റ്റും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ തന്നെ അതും കൂടി കയ്യിൽ വെക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എക്സാം എഴുതിയിട്ട് പിന്നെ നമ്മൾ ഡാറ്റ ഫ്ലോയിലേക്കാണ് കിട്ടുന്നത്. ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് ഒരു 30 to 45 ഡേയ്സിലുള്ള ടൈം എടുക്കുന്നുണ്ട്. ചിലർക്ക് 30 days, എനിക്ക് ഒരു 28 days 20 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്രത്തോളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതായത് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളെ ഡിഗ്രീൻ്റെ അങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ ഡിലേ വരുന്നതിനനുസരിച്ചാണ് നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മളെ കോളേജൊക്കെ വേഗം തന്നെ അവർക്ക് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ വേഗം പ്രോസസ്സ് നടക്കും. ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എനിക്ക് കറക്റ്റ് 3 weeks എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് എലിജിബിലിറ്റിയിലേക്ക് മാറ്റാനുള്ള പ്രോസസ്സാണ്. അതൊരു 1 to 2 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവും. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ DH എക്സാമിന് DH എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് കിട്ടും. ഈ ലെറ്ററുമായിട്ടാണ് നമ്മൾ പിന്നെ ദുബായിൽ ജോബ് ഹണ്ടിങ്ങിന് പോകുന്നത്. സോ ഇത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ ലൈസൻസ് ആക്കി മാറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചെയ്യാം. ഓക്കെ.